പതിവ് പോലെ ഏറ്റുമാനൂരപ്പനെ കാണാൻ വേണ്ടി ഇറങ്ങി. ചെന്നപ്പോഴാകട്ടെ ഭയങ്കര തിരക്കും. ഞായറാഴ്ചയും പ്രദോഷവും, തിരക്കില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നേരെ വണ്ടിയെടുത്ത് കടുത്തുരുത്തിയപ്പൻ്റെ സന്നിധിയിലേക്ക് വിട്ടു. ഞാൻ ആദ്യമായാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഏറ്റുമാനൂരപ്പനെ തൊഴാൻ പറ്റാത്ത എൻ്റെ വിഷമം മാറിയത്. കടുത്തുരുത്തിയപ്പൻ്റെ ഇടവും വലവും ഏറ്റുമാനൂരപ്പനും വൈക്കത്തപ്പനും. ഏറ്റുമാനൂരും കടുത്തുരുത്തിയും വൈക്കോ, ഈ മൂന്നമ്പലവും ഉച്ചയ്ക്ക് മുമ്പ് തൊഴുന്നത് നല്ലതാണെന്ന് പണ്ടാരോ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഇവിടെ വന്ന് തൊഴുതപ്പോഴാകട്ടെ മൂന്നിടത്തും പോയതിൻ്റെ പ്രതീതിയും. പുരാണത്തിലെ ഖരനുമായി ബന്ധപ്പെട്ടിരിക്കും ഈ മൂന്ന് ക്ഷേത്രങ്ങളിലെ ഐതിഹ്യം. ശിവപ്രീതിക്കായി തപസ്സനുഷ്ഠിച്ച ഖരന് ശിവഭഗവാൻ 3 ശിവലിംഗങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ശിവലിംഗങ്ങൾ ഓരോന്നും വലത് കൈയിലും ഇടത് കൈയിലും കഴുത്തിലുമായി വെച്ച് ഖരൻ യാത്ര ആരംഭിച്ചു. ആ 3 ശിവലിംഗങ്ങളിൽ വലത് കൈയിലെ ശിവലിംഗം വൈക്കത്തും ഇടത് കൈയിലെ ഏറ്റുമാനൂരും കഴുത്തിലെ കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു.